ദളപതി വിജയും ഡെലൂലും കൂടിയുള്ളൊരു മിക്സാണ് ഈ ഒരു കോണ്ടൻറ്റ്. ആദ്യം ഡെലൂലുവിൻ്റെ കാര്യം പറഞ്ഞിട്ട് തീർക്കല്ലേ. കഴിഞ്ഞ ദിവസം വളരെയധികം വൈറലായ തേൻകെണി കേസിലെ ഡെലൂലു ഒരു ട്രാൻസ്ജെൻഡർ ആണെന്ന് പറഞ്ഞിട്ട് കുറേ റീലുകൾ ഞാൻ കാണാനിടയായി. ആക്ച്വലി ഇതൊരു വളരെ മിസ്ലീഡിങ് ആയിട്ടുള്ളൊരു റീലാണ്. ഓക്കെ, അപ്പോൾ ഡെലൂലുവിനെ കുറിച്ചുള്ള കൂടുതൽ ഇൻഫർമേഷൻ ഇനി ഞാനൊരു വീഡിയോ ആക്കി വെച്ച് ചെയ്യണ്ട എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ കുറേ പേജുകളിൽ കുറേ മീമുകളും ട്രോളുകളൊക്കെ ആയിട്ട് ട്രാൻസ്ജെൻഡർ ആണെന്നുള്ള ട്രാൻസ്ജെൻഡർ ആണെന്ന് അറിഞ്ഞപ്പോൾ കമൻറ്റ് ബോക്സിൽ വന്നിട്ടുള്ള കുറേ കോമൻറ്റുകൾ ഇതൊക്കെ കണ്ടപ്പോഴാണ് ഇതിൻ്റെ ഒരു വേറൊരു സൈഡ്, അതായത് ഈ കേസിൽ പിടിച്ച ഈ ലേഡിയുടെ കുറച്ചധികം ഡീറ്റെയിൽസ് എനിക്ക് പേഴ്സണലി ഒരാൾ ഷെയർ ചെയ്തു തന്നത്. ഞാൻ അയാളുടെ വിത്ത് പെർമിഷൻ ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഒരു സൗണ്ട് പ്ലേ ചെയ്യാം. അതിനു മുമ്പ് ഹേദിസാദിയായിട്ടൊരു വീഡിയോ ഞാനിവിടെ പ്ലേ ചെയ്യാം. ഈ ഒരു ന്യൂസ് വന്ന സമയത്ത് ഈ പെൺകുട്ടിയുടെ ഭംഗിനെയാണ് പലരും വർണ്ണിച്ചു കണ്ടത്. ഇതൊരു ട്രാൻസ്ജെൻഡർ ആണ് എന്ന് ആരോ പറഞ്ഞപ്പോ ക്രഷ് അടിച്ചതൊക്കെ മതി, ട്രാൻസ്ജെൻഡർ ആണ്, ക്രഷ് അടിക്കാൻ പാടില്ല എന്നൊക്കെ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ട്രാൻസ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് ആർക്കും ക്രഷ് അടിക്കാൻ പാടില്ല എന്ന് ഇവിടെ വല്ല നിയമമുണ്ടോ? ആൻഡ് അത് ട്രാൻസ് ആയതുകൊണ്ട് നിങ്ങൾ ക്രഷ് അടിച്ചത് തെറ്റാണ് എന്നുള്ള വല്ല റൂൾസും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ? ഞാൻ പലപ്പോഴും മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യമാണ്, ട്രാൻസ് ആയിട്ടുള്ള പല ആൾക്കാരും ഒരു ഗ്രൂപ്പിനകത്തേക്ക് ചെല്ലുമ്പോൾ അൺടിൽ ഓർ അൺലെസ് അവർ ട്രാൻസ് ആണെന്ന് പറയുന്നത് വരെ അവർക്ക് ഡിസ്ക്രിമിനേഷൻ ഉണ്ടാവില്ല. ഒരു പക്ഷേ ട്രാൻസ് ആണെന്ന് പറയുമ്പോൾ, ഐഡന്റിറ്റി വിളിച്ച് പറയുമ്പോൾ ഡിസ്ക്രിമിനേഷൻ ചെയ്യുന്ന ഒരു അവസ്ഥ. സോ മാറേണ്ടത് ചിന്താഗതിയാണ്. ആൻഡ് ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് അതൊരു ട്രാൻസ്ജെൻഡർ ആണ് എന്ന്. ഇഫ് അത് ട്രാൻസ്ജെൻഡർ ആയിരുന്നുവെങ്കിൽ ഇപ്പൊ കാണുന്ന രീതിയിലുള്ള ന്യൂസ് വാല്യൂ ആയിരിക്കില്ല അതിനുണ്ടായിരിക്കുക. ഈ ഒരു ന്യൂസിന്റെ പേരിൽ ദി എൻറ്റയർ LGBT കമ്മ്യൂണിറ്റി നേരിടാൻ പോകുന്ന ബുള്ളിയിങ്ങും ചെറുതായിരിക്കില്ല. സോ ഇതൊന്നും ഇപ്പൊ കാണാത്ത സ്ഥിതിക്ക് ആ വ്യക്തി ട്രാൻസ്ജെൻഡർ ആണെന്ന് എനിക്കറിയില്ല. അതാണോ എന്ന് ആ വ്യക്തി പറയട്ടെ. ആ ഒരു കേസിൽ അകപ്പെട്ട ആരാണെങ്കിലും, അത് ട്രാൻസ് ആണെങ്കിലും സിസ് ആണെങ്കിലും, തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ അർഹിക്കുന്നുണ്ട്, ശിക്ഷ ലഭിക്കട്ടെ. 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത്. സോ ജയ് ഭീം. ഓക്കെ, അപ്പോൾ ഇത് എഴുതിയിട്ടൊരു വീഡിയോ ആണ്. എനിക്ക് ഭയങ്കര റെലവൻ്റ് ആയിട്ട് തോന്നി. കാരണം ഈ ലേഡി ഒരു ട്രാൻസ് ആണെന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് കമൻറ്റ് ബോക്സിനകത്ത് ക്രഷ് പോയോ വിട്ടോ ഓടിക്കോ എന്നൊക്കെ പറഞ്ഞുള്ള കുറേ കമൻറ്റുകൾ കണ്ടിട്ടുണ്ട്. മനുഷ്യനാണ്, ആരോട് വേണമെങ്കിലും ഒരു ക്രഷ് തോന്നാം. ഓക്കെ, അപ്പോൾ അതൊന്നും നിങ്ങൾ ഈ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ എടുത്തു വെച്ച് അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡേഴ്സിനെ അങ്ങോട്ട് എന്താ പറയുക, അവരങ്ങോട്ട് ഹെയ്റ്റ് ആക്കാം, അല്ലെങ്കിൽ ട്രാൻസ് ആണെന്ന് അറിഞ്ഞപ്പോൾ അങ്ങോട്ട് ഓടാം. അതൊക്കെ ഒരു ഭയങ്കര ആ ഒരു കമ്മ്യൂണിറ്റിയെ ഭയങ്കരമായിട്ട് വേദനിപ്പിക്കുന്ന രീതിയിലുള്ള കമൻറ്റും ട്രോളുകളും മീമുകളൊക്കെയാണ്. ആൻഡ് ബൈ ദ വേ, ഇനിയിപ്പോൾ ഈ ഡെലൂലുവിൻ്റെ വിഷയത്തിൽ ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഒരു വോയിസ് ക്ലിപ്പ് പ്ലേ ചെയ്ത് തരാം. ഓക്കെ, ഈ പെണ്ണിനെ ഞാൻ ആദ്യമായിട്ട് പരിചയപ്പെടുന്ന ആലുവയിൽ വെച്ചാണ്. ആലുവയിൽ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് ഞാൻ ഇവളെ ആദ്യമായിട്ട് കാണുന്നത്. ആ സമയത്ത് ഇവൾ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു, ഈ കുട്ടി ഹിക്കറൊന്നും അല്ലായിരുന്നു. നല്ല തട്ടമൊക്കെ ഇട്ട് അത്യാവശ്യം നല്ല വേഷത്തിലായിരുന്നു ഇവൾ വന്നുകൊണ്ടിരുന്നത്. ഇവൾ വർക്ക് ചെയ്തത് ആലുവയിലാണ്, അതായത് മെട്രോ സ്റ്റേഷൻ്റെ അവിടെ ക്വാളിറ്റി ബേക്കറി, മെയിൻ ക്വാളിറ്റി ബേക്കറി അല്ല, വേറൊരു ക്വാളിറ്റി ബേക്കറി ഉണ്ടായിരുന്നു അവിടെ. അതിൻ്റെ ആ ബിൽഡിങ്ങിനകത്ത് ആണ് ഇവൾ അവിടെ ബാങ്കിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. 10,000 രൂപ 12,000 രൂപ എങ്ങാണ്ടൊക്കെ സാലറി ഉണ്ടായിരുന്നുള്ളൂ. അവിടെ നിന്നപ്പോൾ അവിടുത്തെ മാനേജർ ഇവളെ കയറി പിടിച്ചെന്നും പറഞ്ഞ് കരഞ്ഞു. ഒരു ദിവസം എൻ്റെ അടുത്തോട്ട് വന്നു. എനിക്ക് 2-3 ദിവസം പരിചയം ഉള്ളൂ. ആ സമയത്ത് ഞാൻ പിടിച്ചില്ല, കാരണം പെണ്ണ് കേസല്ലേ, ഇത് നേരെ നമ്മുടെ തലയിൽ തിരിയുമെന്നുള്ള ഒരു ബോധമുള്ളതുകൊണ്ട് നമ്മൾ പിടിച്ചില്ല. ഇതും കഴിഞ്ഞ് പിന്നെ സംസാരമൊക്കെ ആയി, ചാറ്റായി, ടോക്കായി, വർത്താനമായി. നല്ല ഉള്ള കാര്യം പറയാം, നല്ല മെമ്പറൊക്കെ ആയിരുന്നു, ടോക്കടിക്കാൻ നല്ല മെമ്പറായിരുന്നു. അങ്ങനെ കുറച്ച് ആൾ പോയി. പിന്നെ ഇവിടെ വിവരമൊന്നുമില്ല. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ചായ കുടിക്കാനൊക്കെ നമ്മളൊക്കെ നൈറ്റ് ചായ കുടിക്കാനൊരു സീറ്റൊക്കെ വലിക്കാൻ വേണ്ടി അങ്ങോട്ട് പോയി. യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ അവിടെ പോയി ഇരുന്നപ്പോൾ ഇവളെ വേറൊരു കൂട്ടുകാരിയുണ്ട്. അപ്പോൾ ഇവർ തമ്മിൽ കണക്ഷനുള്ള കാര്യം എനിക്കറിയില്ല. അപ്പോൾ അന്നാന്നാണ് പേര്. ആ പെണ്ണായിട്ട് ഞാൻ ഭയങ്കര ടോക്കൊക്കെ ആയിരുന്നു, സംസാരമായിരുന്നു. അപ്പോൾ ഇവളെന്നെ കണ്ടപ്പോൾ എൻ്റെ അടുത്തോട്ട് വന്ന് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ ഫസ്ന എന്ന് പറഞ്ഞ പെണ്ണ് ഒരു യൂബറും വിളിച്ചുകൊണ്ട് ഇവളെ 2 കൂട്ടുകാരെയും കൂട്ടിയിട്ട് ആ കടയുടെ മുറ്റത്തോട്ട് വന്നു. അപ്പം ഞാൻ എന്നോട് ചോദിച്ചു, ഇത് ഫസ്നയല്ലേ? അതെ. എവിടെ പോയിട്ട് വരികയെന്ന് ചോദിച്ചപ്പോഴത്തേക്കാണ് പറയുന്നത് ഇവിടെ ഈ സിഗരറ്റ് കള്ളും കഞ്ചാവും അടിച്ച് തലയ്ക്ക് ഭ്രാന്തായിട്ട് ഇവളെ പിടിച്ച് അഡ്മിറ്റ് ചെയ്തൊക്കെ ആയിരുന്നു. അവിടെ നിന്ന് 2 കൂട്ടാളിയും കിട്ടി. ആ 2 കൂട്ടാളിയും കൂട്ടിയാണ് നേരെ ഇവിടെ വന്നത്. 6 ലോക കഞ്ചാവാണ്. പിന്നെ വീട്ടിലെ കാര്യം, ഭർത്താവ് ഉപേക്ഷിച്ചിട്ടേക്കാണ്. ഇവിടെ സ്വഭാവം കാരണം ഭർത്താവ് ഉപേക്ഷിച്ചിട്ടേക്ക് ഒരു കൊച്ചു മാത്രം. ഇവള് ഹോസ്റ്റലിൽ നിന്നുകൊണ്ട് ഇവള് ഈ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് ഹോസ്റ്റലിലേക്ക് ആയിരുന്നു. കേട്ടല്ലോ. ഇപ്പം നിങ്ങൾക്ക് ട്രാൻസ് ആണോ അതോ ഇനി സ്ത്രീ തന്നെയാണോ എന്നുള്ള ആ ഒരു കൺഫ്യൂഷൻ മാറി കിട്ടിയല്ലോ. ഈ കുട്ടി കല്യാണം കഴിഞ്ഞതും ആയിരുന്നു, ഈ കുട്ടിക്ക് കുട്ടികളുണ്ട്. ഓക്കെ, ഡി അഡിക്ഷൻ സെൻറ്ററിൽ കിടന്നിട്ടുണ്ടായിരുന്നു.
ആൻഡ് CV വരെ എനിക്ക് ഇയാൾ പേഴ്സണലി അയച്ചു തന്നിട്ടുണ്ട്. അതിനകത്തൊക്കെ ജെൻഡർ ഫീമെയിൽ തന്നെയാണ്. ഇനിയിപ്പോൾ അത് മെയിലാ ഫീമെയിലാ ട്രാൻസ്ജെൻഡറാന്ന് അറിയാതെ ഇവിടെ കിടന്നിട്ട് കുറേ ട്രോളും മീമൊന്നും ഉണ്ടാക്കി കളിക്കണ്ട. ഇതാരോ കരുതി കൂട്ടി ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയെ മൊത്തത്തിൽ ഒരു ഹെയ്റ്റിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു പരിപാടി കാണിച്ചു വെച്ച പോലത്തെ ഒരു പണി എനിക്ക് തോന്നി. ആൻഡ് ബൈ ദ വേ ഇവരുടെ ഒരു പറഞ്ഞു കേട്ടല്ലോ നിങ്ങൾക്ക്, ഈ തേൻകണി വെക്കുന്ന ഒരു പരിപാടി അന്ന് ഞാൻ വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പോലീസ് അത് തേൻകണിയാണ് എന്നുള്ളത് കൺഫർമേഷൻ വരുത്തുന്നത് വരെ നമ്മൾ പറയണോ വേണ്ടേ എന്നുള്ളത്. പക്ഷേ ഈ ലേഡിക്കൊരു ആൻറ്റിസിഡൻസ് ഉണ്ട്. ഓക്കെ, ഈ വോയിസിൽ അത് വളരെ ക്ലിയർ ആണ്. ഇവർ ജോലി ചെയ്ത സ്ഥലത്തുള്ള വ്യക്തിയെ വരെ ഇതുപോലൊരു അവസ്ഥയിലേക്ക് പെടുത്താനുള്ളൊരു ശ്രമം നടത്തിയതായിട്ടുള്ളൊരു ഇൻഫർമേഷൻ എനിക്ക് പാസ് ചെയ്ത് കിട്ടി. അത് ഞാനിവിടെ കൊണ്ടുവന്ന് വെച്ചു. അപ്പോൾ ഡെലൂലുവിൻ്റെ കേസിൽ നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടിയെന്ന് വിചാരിക്കുന്നു. അടുത്തത് എനിക്ക് പറയാനുള്ളത് വിജയ്, തളപതി വിജയ്, നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്ത വിജയുടെ കാര്യം. എന്ത് പറയാനാണ്? ഒരാളുടെ പേഴ്സണൽ താല്പര്യമാണ് അയാളുടെ ലൈഫിൽ എന്ത് ചൂസ് ചെയ്യണം, ആരെ ചൂസ് ചെയ്യണം എന്നുള്ളത്. പക്ഷെ കല്യാണം കഴിച്ച് ആ ഒരു എന്താ പറയുക ബന്ധത്തിൽ ഭാര്യയും കുട്ടികളൊക്കെ എക്സിസ്റ്റ് ചെയ്യുമ്പോൾ അത് വളരെ മാന്യമായി പറഞ്ഞു നിർത്തി വളരെ മെച്യൂറായിട്ട് അതെങ്ങനെ എൻഡ് ചെയ്തിട്ട് അടുത്തൊരു റിലേഷനിൽ പോകുക ദാറ്റ്സ് ദ മെച്യൂരിറ്റി. ഓക്കെ, പിന്നെ ഇത് ഇന്നോ ഇന്നലെയോ പറഞ്ഞു കേട്ട ഒരു കാര്യമല്ല. ഈ തൃഷ വിജയ് ഈ ഒരു ഗോസിപ്പ് നോട്ട് എനിമോർ എ ഗോസിപ്പ്. അപ്പോൾ ഈ ഒരു ഇവരുടെ പേരിങ്ങനെ പറഞ്ഞ് അല്ലെങ്കിൽ ഹാഷ്ടാഗുകൾ ഉണ്ടായിരുന്നു. വിജയുടെ ഭാര്യയ്ക്ക് ഹാഷ്ടാഗുകളിട്ട് സേവ് ഹർ, വിത്ത് ഹർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ ഹാഷ്ടാഗുകൾ ഇറങ്ങിയിരുന്നു. ഇപ്പോൾ കുറച്ചൊരു ഐ തിങ്ക് ഒരു വർഷം മുമ്പ് എസ്പെഷ്യലി ഇവർ കീർത്തി സുരേഷിൻ്റെ കല്യാണത്തിന് പോയ സമയത്ത് പ്രൈവറ്റ് ജെറ്റിൽ ഒറ്റയ്ക്ക് ഒപ്പം യാത്ര ചെയ്തു. വേറെ 4 പേരുണ്ടായിരുന്നു, പക്ഷേ ഇവർ 2 പേരും ഒപ്പം യാത്ര ചെയ്തു. പിന്നെ ഇവരുടെയൊക്കെ കുറേ ഫോട്ടോസ് ഡീകോഡ് ചെയ്യാൻ നടക്കുന്നത് ഞാൻ സൈഡിൽ വയ്ക്കാം. അങ്ങനെ കുറേ കാര്യങ്ങൾ കുറച്ചൊരു 1-2 വർഷമായിട്ട് സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവായിട്ട് ആളുകൾ ഡീകോഡ് ചെയ്യലും അതിനിടയിൽ കുറേ കോൺസ്പിറസി ഗോസിപ്പ് അങ്ങനത്തെ പരിപാടികളൊക്കെ കൊണ്ട് നടന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, പക്ഷെ ഇപ്പോൾ ഇതൊരു കേസായ സമയത്ത് അതിൻ്റെ ഗ്രാവിറ്റി മാറുകയാണ്. ബിക്കോസ് ഇയാളിപ്പോൾ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയതിന് ശേഷം അണ്ണൻ അത്ര സ്മൂത്ത് അല്ല കാര്യങ്ങൾ. ബിക്കോസ് രാഷ്ട്രീയത്തിൽ ഇറങ്ങിയതിന് ശേഷം കരൂർ ദുരന്തം, സിനിമ ബ്ലോക്കായി, ഇപ്പോൾ ഡിവോഴ്സ് കേസ്, എല്ലാം കൂടി നോക്കുമ്പോൾ മൂപ്പരുടെ രാഷ്ട്രീയ എൻട്രി അത്ര സ്മൂത്ത് അല്ല. ആൻഡ് ഇത് പേഴ്സണൽ ലൈഫിൻ്റെ കാര്യമാണ്. ദിസ് വിൽ ഹിറ്റ് ഹിം ലൈക്ക് വേറെ ലെവലായിട്ട് ഹിറ്റ് ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത്. അങ്ങേരുടെ ഈ രാഷ്ട്രീയവും പേഴ്സണൽ ലൈഫിലും ഇത് ഭയങ്കര ഹിറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് ഈ ഒരു പെർട്ടിക്കുലർ ഡിവോഴ്സ് കേസ്. നടനും തമിഴക വെട്രിക്കഴകം തലവനുമായ വിജയുടെ ഭാര്യ സംഗീത വിവാഹമോചനത്തിന് ഹർജി നൽകിയിരിക്കുന്നു. ചെന്നൈ ചെങ്കൽപ്പേട്ട് കോടതിയിലാണ് ഹർജി നൽകിയിട്ടുള്ളത്. വിജയും നടി തൃഷയും തമ്മിൽ അടുപ്പത്തിലാണെന്ന വിവാദത്തിനിടെയാണ് ഇപ്പോൾ സംഗീത വിവാഹമോചന ഹർജിയുമായി കോടതിയെ സമീപിച്ചിരിക്കുന്നത്. തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ വിജയുടെ രാഷ്ട്രീയ ഭാവിയിലും നിർണായകമായിരിക്കും സംഗീതയുടെ ഈ നീക്കം എന്നതാണ് മനസ്സിലാകുന്നത്. 27 വർഷങ്ങൾക്ക് ശേഷം 99-ലാണ് ഇരുവരും വിവാഹിതരായത്. 27 വർഷങ്ങൾക്ക് ശേഷം വിവാഹ ജീവിതത്തിന് മോചനം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് സംഗീത ഇത് ഫയൽ ചെയ്തിരിക്കുന്നതെന്ന് പറയേണ്ടി വരും. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അഡൾട്ടറി കോസ് എന്ന് പറയുന്നുണ്ട്. അതായത് മറ്റൊരു നടിയുമായി വിജയ്ക്കുള്ള ഒരു ബന്ധം അത് തന്നെയാണ് ഈ വിവാഹമോചനത്തിലേക്ക് നയിക്കുന്നതെന്ന് കൃത്യമായി സംഗീത ഈ പെറ്റീഷനിൽ ഫയൽ ചെയ്യുന്നുണ്ട് എന്നതും കൂടി എടുത്തു സൂചിപ്പിക്കണം. ഒന്നാമത്തെ നമുക്കൊന്ന് 11ാമത്തെ പോയിന്റ് വായിക്കാം. അത് ഇൻ ഏപ്രിൽ 2021 the petitioner discovered that the respondent was involved in an adulterous relationship with an actress. 2021 ഏപ്രിൽ മാസത്തിൽ തന്നെ സംഗീതയ്ക്ക് മനസ്സിലാകുന്നു വിജയ്ക്ക് മറ്റൊരു നായികയുമായി ഒരു ബന്ധമുണ്ട് എന്നത്. ദിസ് കോസ്ഡ് ഹർ ഡീപ്പ് ഇമോഷണൽ പെയിൻ. അത് സംഗീതയ്ക്ക് മാത്രമല്ല തൻ്റെ കുടുംബത്തിൽ 2 മക്കൾക്കും അത് വല്ലാത്ത അപമാനമുണ്ടായി. തൻ്റെ മക്കളുടെ കൂട്ടുകാർക്കിടയിലും വലിയ മോശമായ രീതിയിലേക്ക് മാറി. തനിക്കും വ്യക്തി ജീവിതത്തിൽ ഇത് വലിയ പ്രതിസന്ധി ഉണ്ടായി എന്നതും കൂടി സംഗീത ഇതിനകത്ത് പറയുന്നുണ്ട്. പോയിന്റ് നമ്പർ 12, though the respondent initially assured that he would end the relationship, ഈ റിലേഷൻഷിപ്പ് കയ്യോടെ സംഗീത പിടിച്ചതിന് ശേഷം വിജയ് പറയുകയാണ് ഞാൻ ഈ ബന്ധം അവസാനിപ്പിക്കാമെന്ന് പറഞ്ഞിട്ട് പോലും ഇത് പിന്നീടും തുടർന്നു, വിച്ച് കോസ്ഡ് മെന്റൽ ക്രൂവൽറ്റി എന്നതും കൂടി പറയുന്നുണ്ട്. 12ാമത്തെ പോയിന്റാണ്. അതായത് സംഗീതയ്ക്ക് മാനസികമായി വലിയ ബുദ്ധിമുട്ടുണ്ടാക്കി ഈ ബന്ധം വിജയ് തുടർന്നു പോകുന്ന സാഹചര്യത്തിൽ 2021 ഏപ്രിൽ നടക്കുന്ന കാര്യമാണ്. പിന്നെയും ഇത് തുടർന്നു എന്നതും കൂടി പറയുന്നു. 19ാമത്തെ പോയിന്റ്, in 2024 the respondents continued adulterous conduct and repeated social media controversies caused constant mental torture to the petitioner. എല്ലാ
രീതിയിലും ഈ ബന്ധം തുടരുന്നതും ഈ സോഷ്യൽ മീഡിയയിൽ ഇതുപോലുള്ള കോൺട്രവേഴ്സികളും ഒക്കെ തന്നെ ഇത് വരുന്നുണ്ട്. അപ്പോൾ ഈ 2024 തൊട്ടത് ഇപ്പോൾ വരെ വിജയുടെ പേരിൽ ഒരു നടിയുടെ പേരാണ് എപ്പോഴും വാർത്താ മാധ്യമങ്ങളിൽ കേട്ടുകൊണ്ടിരുന്നത്. ആ നടി തന്നെയാണോ സംഗീതയും ഉദ്ദേശിക്കുന്നത് ഈ പെറ്റീഷനിൽ ഫയൽ ചെയ്യുന്നത്? പ്രത്യേകിച്ച് ഈ ടൈം ലൈനിലൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ ആ നായികയുടെ പേരല്ലാതെ മറ്റൊരു നായികയും വിജയ്ക്ക് വേറൊരു ഗോസിപ്പ് കോളത്തിൽ ഇടം പിടിച്ചിട്ടില്ല. കേട്ടല്ലോ, ഇതാണ് സംഗീത കൊടുത്ത കേസ്. ഇതിനകത്ത് ഡയറക്റ്റ്ലി ഒരു നടിയുടെ പേര് എന്ന് പറഞ്ഞാൽ തൃഷയുടെ പേര് പറഞ്ഞിട്ടില്ല. പക്ഷേ ഇതിൽ പറഞ്ഞു വെച്ച പല പോയിന്റുകളും നമ്മൾ റീഡ് ചെയ്യുന്ന സമയത്ത് സോഷ്യൽ മീഡിയയിൽ ഇന്ന നടിയോടുകൂടി വന്ന ഗോസിപ്പുകൾ എന്ന് പറയുമ്പോൾ ഓബ്വിയസ്ലി ഈ 1-2 വർഷത്തിനിടയിൽ തൃഷയുടെ ഗോസിപ്പുകളെ വന്നിട്ടുള്ളൂ. പിന്നെ ഓൾറെഡി 2021-22 ടൈമിൽ വിജയ് ഇതെല്ലാം നിർത്തുമെന്നുള്ളൊരു കാര്യം ഇവരോട് പറഞ്ഞു എന്ന് പറയുന്നു. അഡൽട്ടറി വന്നിട്ടുണ്ട് ഇതിനകത്ത് കേസിനകത്ത്, ഡിവോഴ്സ് കേസിനകത്ത്. അപ്പം എല്ലാം കൂടിയും കൂട്ടി വായിക്കുമ്പോൾ അത്യാവശ്യം സീരിയസ് അലിഗേഷൻ തന്നെ. അല്ലെങ്കിൽ ഇവർക്ക് ഡിവോഴ്സിന് ഇവർ പെറ്റീഷൻ കൊടുത്തത് കുറച്ച് കാലമായിട്ടുള്ള പ്രിപ്പറേഷനിലൂടെ വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത പോലത്തെ ഒരു ഡിവോഴ്സ് പെറ്റീഷനാണ് എനിക്കിത് ഇവർ വായിച്ച് കേട്ടപ്പോൾ എനിക്ക് പേഴ്സണലി തോന്നിയത്. ഞാൻ പറഞ്ഞല്ലോ, ഇത് കുറച്ച് മുമ്പേ ഉണ്ട്. പിന്നെ ഒരാളുടെ പേഴ്സണൽ ലൈഫാണ്. ഇപ്പോൾ അയാളൊരു രാഷ്ട്രീയക്കാരനായിട്ട് വരുമ്പോൾ അതിൻ്റെ ഒരു ന്യൂസിൻ്റെ ഒരു ഗ്രാവിറ്റിയും അതിൻ്റെ ഒരു ഫ്ലേവറും മാറി തുടങ്ങും. പിന്നെ തമിഴിലെ രാഷ്ട്രീയവും സിനിമയും കെട്ടിപ്പണഞ്ഞ് കിടക്കുന്ന ഒരവസ്ഥയൊക്കെ നമുക്കറിയാം. ലൈക്ക് MGR, ലൈക്ക് ജയലളിത, ഈ ഒരു സീനിലേക്ക് ഇത് മാറും എന്നുള്ളതും നമുക്ക് കണ്ടറിയണം. തൃഷ ആൻഡ് വിജയ് ഗോസിപ്പ് കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഡിസ്കഷനിൽ വന്ന ടൈമിൽ മനോരമയിൽ വന്ന ന്യൂസ് ഞാനിവിടെ പ്ലേ ചെയ്യാം. ജസ്റ്റിസ് ഫോർ സംഗീത. 1 മണിക്കൂറിനുള്ളിൽ 1 ലക്ഷത്തോളം പേർ ഉപയോഗിച്ച ഹാഷ്ടാഗാണിത്. തമിഴ് സിനിമാ ലോകത്ത് പുതിയ വിവാദങ്ങൾക്ക് തിരിതെളിയിച്ച ഹാഷ്ടാഗ്. നടൻ വിജയുടെ ഭാര്യ സംഗീതയ്ക്ക് നീതി ലഭിക്കാനാണ് ഈ നിലവിളി. തമിഴ് സിനിമാ താരങ്ങളായ വിജയും തൃഷയും ഒന്നിച്ച് യാത്ര ചെയ്ത ദൃശ്യങ്ങളാണ് വിവാദത്തിന് വഴിവെച്ചത്. 2 ദിവസങ്ങൾക്ക് മുമ്പ് ഗോവയിൽ വെച്ച് നടന്ന കീർത്തി സുരേഷ് ആന്റണി തട്ടിൽ വിവാഹത്തിനാണ് ഇരുവരും ഒന്നിച്ചെത്തിയത്. എയർപോർട്ടിൽ നിന്നുള്ള ഇരുവരുടെയും വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു. തുടർന്ന് ഫ്ലൈറ്റിലേക്ക് കയറുന്നതും അവിടെ നിന്നും കാറിൽ പുറപ്പെടുന്നതുമായ ദൃശ്യങ്ങളും മറ്റും എക്സ് പ്ലാറ്റ്ഫോമിലൂടെ വ്യാപകമായി പ്രചരിച്ചു. തൃഷയും വിജയും തമ്മിൽ പ്രണയത്തിലാണെന്നും വിജയ് സംഗീതയെ ചതിക്കുകയാണെന്നുമാണ് ഇക്കൂട്ടരുടെ വാദം. ചില സൂക്ഷ്മദർശിനികളുടെ കണ്ടെത്തലിൽ പറയുന്നത് സംഗീതയെയും വിജയെയും അടുത്തിടെയൊന്നും ഒന്നിച്ച് കാണാത്തത് ഇതിന്റെ ബാക്കി പത്രമാണെന്നാണ്. ഗില്ലി, കുരുവി, തിരുപ്പാച്ചി എന്നീ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് ചിത്രങ്ങൾ സൃഷ്ടിച്ച കോംബോയാണ് തൃഷയും വിജയും. വർഷങ്ങൾക്കിപ്പുറം ഇരുവരും ഒന്നിച്ചെത്തിയ ചിത്രമായിരുന്നു ലിയോ. ചിത്രം റിലീസായപ്പോഴും വിജയുടെ പിറന്നാൾ ദിനത്തിൽ ആശംസകൾ അറിയിച്ച് തൃഷ ഒരു മിറർ സെൽഫി പങ്കുവച്ചപ്പോഴുമൊക്കെ ഇത്തരം ഗോസിപ്പുകൾ ഉയർന്നിരുന്നു. ഗോട്ടിലെ ഗാനരംഗത്തിൽ തൃഷ പ്രത്യക്ഷപ്പെട്ടപ്പോഴും ഇത്തരം മുറുമുറുപ്പുകൾ ഉണ്ടായിരുന്നു. അന്നത് പക്ഷേ അരമന രഹസ്യമായി അവസാനിച്ചു. ഇതിനിടയിൽ പ്രചരിച്ച കഥകളാണ് മദ്യപിച്ച് തൃഷ വിജയുടെ വീടിനു മുമ്പിൽ പാട്ടുപാടി ഡാൻസ് ചെയ്തെന്നും ഇരുവർക്കും ചെന്നൈയിൽ ഫ്ലാറ്റ് ഉണ്ടെന്നതുമൊക്കെ. അതിനിടയിൽ തൃഷയ്ക്ക് വിജയോട് പ്രണയമുണ്ടായിരുന്നു എന്ന കുട്ടി പത്മിനിയുടെ പഴയ വാക്കുകൾ കൂടി കുത്തിപ്പൊക്കുകയാണ് സോഷ്യൽ മീഡിയ. ചെന്നൈ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് ഗോവയിലെ മനോഹർ രാജ്യാന്തര വിമാനത്താവളത്തിൽ വന്നിറങ്ങിയ 6 യാത്രക്കാരുടെ വിവരങ്ങളടങ്ങിയ ഔദ്യോഗിക രേഖ പുറത്തു വന്നത് വിവാദങ്ങൾക്ക് ആക്കം കൂട്ടി. ഇതിൽ 1-ാം നമ്പർ യാത്രികൻ C. ജോസഫ് വിജയും 2ാമത്തെ യാത്രിക തൃഷ കൃഷ്ണനുമാണ്. ഇവരെ കൂടാതെ മറ്റു 4 പേർ കൂടിയുണ്ട് ഈ യാത്രികരുടെ പട്ടികയിൽ. ഇതോടെ ഇരുവർക്കുമെതിരെ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണങ്ങളും ശക്തമാണ്. തമിഴകത്തെ MGRും തലൈവിയും വരെ അതിനിരയായിട്ടുണ്ട് എന്നതും വാസ്തവം. കേട്ടല്ലോ. അപ്പോൾ ഇത് വിജയ് തൃഷ അവരുടെ സീക്രട്ട് റിലേഷൻ, അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ, ഇതൊക്കെ ഏറെയുള്ളൊരു കാര്യമായിരുന്നു. ഇനിയിപ്പോൾ ഇതൊരു രാഷ്ട്രീയം ആംഗിൾ ഇതിനകത്തുണ്ടോ? അതായത് സംഗീതം ഇപ്പോൾ പോയി ഡിവോഴ്സിന് കൊടുക്കാൻ ഇതിനകത്തൊരു അങ്ങനത്തെ ഒരു ആംഗിൾ ഉണ്ടോ? അതോ അവർ ഇപ്പോൾ ഈ റിയൽ ലൈഫിൽ സഫറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയയിൽ വരുന്ന ഈ ഗോസിപ്പ് കണ്ടതുകൊണ്ട് മാത്രം ആയിരിക്കണം എന്നില്ല. അവരവരുടെ ഡിവോഴ്സ് സൂട്ടിനകത്ത് ഫയൽ ചെയ്ത സമയത്ത് പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്. പബ്ലിക് അപ്പിയറൻസിലാണെങ്കിൽ പോലും ഇപ്പോൾ പല നടന്മാർ, അജിത്ത് അടക്കമുള്ളവർ സ്വന്തം ഭാര്യനെ എല്ലാ ഫ്ലോറിലും കൊണ്ടുവരുമ്പോൾ വിജയ് പലപ്പോഴായിട്ട് ഓഡിയോ ലോഞ്ചിലാണെങ്കിലും പല സ്ഥലങ്ങളിലാണെന്നുണ്ടെങ്കിലും ഭാര്യയായിട്ട് നമ്മൾ എവിടെയും കണ്ടിട്ടില്ല. സോ അങ്ങനെ കുറേ ഫാക്ടേഴ്സ് എടുത്ത് നോക്കുമ്പോൾ ആദ്യമൊക്കെ നല്ല രീതിയിൽ പോയിരുന്നൊരു റിലേഷൻഷിപ്പ്, ഭാര്യ ഭർത്തൃ ബന്ധം, ലേറ്റർ ഓൺ അത്
പ്രശ്നത്തിലാവുന്നു, വിജയ് വേറെ റിലേഷനിലേക്ക് പോകുന്നു. അപ്പോൾ ഇതിനിടയിൽ കുറേ ഗോസിപ്പുകൾ ഈ പറഞ്ഞ പോലെ തൃശ്ശ വീടിൻ്റെ മുന്നിൽ വന്ന് ഡാൻസ് കളിച്ചു, കള്ളു കുടിച്ചു, അങ്ങനെയൊക്കെ പറഞ്ഞുള്ള പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. പ്രൈവറ്റ് ജെറ്റിലുള്ള പോക്ക് എല്ലാം ആയപ്പോൾ അവരിപ്പോൾ ചൂസ് ചെയ്ത് ഈ ഒരു സമയമായി, അല്ലെങ്കിൽ അവരുടെ സമയം ഇതാണ്. ആ ഒരു ടൈം രാഷ്ട്രീയം എൻട്രിയും കൂടി അല്ലെങ്കിൽ ഇലക്ഷൻസും കൂടി മുന്നിൽ നിൽക്കുന്നൊരു ടൈം ആയത് അതുകൊണ്ട് അവർ കൊടുക്കാൻ പാടില്ല എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. വിജയുടെ വൈഫിന് അങ്ങനെ ഒരു ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്യാൻ പാടില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. ഫയൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇനി വിജയുടെ രാഷ്ട്രീയം ഭയങ്കര ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുന്നവർ ചിലപ്പോൾ ഇത് രാഷ്ട്രീയമായിട്ട് ഗൂഢാലോചനയായിട്ട് ചുറ്റിക്കെട്ടാം. പക്ഷേ ഇതൊരു രാഷ്ട്രീയ ഗൂഢാലോചനയിലേക്ക് വരുമോ ഇല്ല എന്നുള്ളതാണ് എനിക്കറിയാത്തത്. കാരണം ഇവരുടെ പേഴ്സണൽ ലൈഫിൽ കുറച്ച് കാലമായിട്ട് സംഭവിക്കുന്ന കാര്യം 2021 മുതലുള്ള കാര്യങ്ങൾ ഇവർ പറഞ്ഞു വെക്കുമ്പോൾ അതൊരു രാഷ്ട്രീയ ഗൂഢാലോചന എന്നുള്ളതിലേക്ക് ഐ ഡോണ്ട് തിങ്ക് സോ. മേ ബി ഇങ്ങനെ മാനിപ്പുലേറ്റും ചെയ്യുക ആരെങ്കിലും ഭാര്യയ്ക്ക് ഓൾറെഡി ഈ ഒരു റിലേഷൻ്റെ ദേഷ്യമുണ്ട്, ഈ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും പോയിട്ട് എഴുതി കയറ്റി കൊടുത്തിട്ട് ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്തതും ആവാട്ടോ. എന്നാലും ഇത് എഫക്റ്റ് ചെയ്യും. ഇപ്പോൾ കരൂർ എഫക്റ്റ് ചെയ്തില്ലെങ്കിലും ജനനായകൻ എഫക്റ്റ് ചെയ്തില്ലെങ്കിലും ദിസ് വിൽ എഫക്റ്റ് ഒരാളെ പേഴ്സണലി ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യും. മനസ്സിലായോ? ആൻഡ് ഇതിലിപ്പോൾ ഡിവോഴ്സ് ആയിക്കഴിഞ്ഞാൽ ഇനി അടുത്തൊരു ചോദ്യം വരും, തൃശ്ശയെ ഇനി കല്യാണം കഴിക്കുമോ അതോ ഇനി MGR ജയലളിതയാവുമോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ വരും. സൊസൈറ്റിയിൽ ഇനിയിപ്പോൾ ഇങ്ങനെ ഈ ഇലക്ഷനിൽ ഫേസ് ചെയ്യാൻ പോകുന്ന ഏറ്റവും വലിയ സീൻ ഇതായിരിക്കും. സ്വന്തം വീട് നന്നായി കൊണ്ടു നടക്കാൻ, അത് കൂട്ടിപ്പിടിക്കാൻ, സ്വന്തം ഫാമിലിയെ കൂട്ടിപ്പിടിക്കാൻ പറ്റാത്ത ദളപതി വിജയാണോ ഇനി ഈ നാടിനെ കൂട്ടിപ്പിടിക്കാൻ പോകണമെന്നൊക്കെ പറഞ്ഞിട്ട് രാഷ്ട്രീയക്കാരുടെ കാര്യത്തിൽ അങ്ങനെ ചോദിക്കാൻ പോയി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ രാഷ്ട്രീയക്കാരുണ്ട്. രാഷ്ട്രീയത്തിൽ വന്നതിന് ശേഷം ഒരു സ്ഥാനത്ത് എത്തിയതിനു ശേഷം ഡിവോഴ്സായി വേറെ കല്യാണം കഴിച്ചവരുണ്ട്, ഡിവോഴ്സായി പോയവരുണ്ട്, പല കേസുകളും ഉണ്ട്. പക്ഷേ ഈ കുടുംബം, കുട്ടി, ഇതൊക്കെ ഭയങ്കര ക്ലോസ് ആയിട്ട് ഭയങ്കര ഇമോഷണലായിട്ട് കൊണ്ടു നടക്കുന്ന തമിഴ് ആ ഒരു കൾച്ചറിന് അല്ലെങ്കിൽ അവിടുത്തെ ആളുകൾക്ക് ഇത് ഭയങ്കര സീനാക്കാനുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട്. എസ്പെഷ്യലി ഓപ്പോസിറ്റ് സൈഡ് എന്താണെങ്കിലും ഇത് ഭയങ്കര സീനാക്കാനുള്ള ചാൻസ് ഉണ്ട്. സോ ആകെ മൊത്തം വിജയുടെ ടൈം നല്ല ബെസ്റ്റ് ടൈം എന്ന് വേണം പറയാൻ. എല്ലാം കൂടി ഒപ്പാണ് വന്നുകൊണ്ടിരിക്കുന്ന അണ്ണന്. ഇനി അണ്ണൻ ഫാൻസ് എന്ത് ചെയ്യുമോ? ഇപ്പം തന്നെ കത്തിച്ചു തുടങ്ങി അണ്ണൻ ഫാൻസ്, കുറേ ഫോട്ടോ കത്തിക്കാൻ തുടങ്ങി. അണ്ണൻ മനസ്സിൽ അങ്ങനെയായിരുന്നു, ഇപ്പം ഇങ്ങനെ ആച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. ലെറ്റ്സ് വാച്ച്.